നമസ്കാരം. ഹിജാബ് നിയമങ്ങൾ തെറ്റിച്ചതിന് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും താലിബാൻ പീഡിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഹിജാബ് നിയമങ്ങൾ തെറ്റിച്ചതിന് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും കസ്റ്റഡിയിലെടുത്ത് തടങ്കലിൽ പാർപ്പിച്ചതിൽ ആശങ്കാകുലരാണ് എന്ന് UN അറിയിച്ചിരിക്കുന്നു. താലിബാന്റെ സ്വേച്ഛപരമായ അറസ്റ്റുകളിലും തടങ്കലുകളിലും ആശങ്കയുണ്ടെന്നാണ് അഫ്ഗാനിസ്ഥാനിലെ UN മിഷൻ അറിയിക്കുന്നത്. ശാരീരിക അതിക്രമങ്ങളും തടങ്കലുകളും നിന്ദ്യവും അപകടകരമാണ് എന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ജനുവരി 1 മുതൽ കാബൂളിലും ഡേഗുണ്ടി പ്രവിശ്യയിലും ഹിജാബ് നിർബന്ധിത പ്രചരണങ്ങൾ തുടരുകയാണ് എന്നും ധാരാളം സ്ത്രീകളെയും പെൺകുട്ടികളെയും താലിബാൻ താക്കീത് ചെയ്യുന്നുണ്ട് എന്നും തടങ്കലിൽ വയ്ക്കുന്നുണ്ട് എന്നും UN ഇറക്കിയ പ്രസ്താവനയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും മോശം ഹിജാബ് ധരിച്ചതിന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തുവെന്ന് താലിബാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. 2021 അധികാരത്തിൽ തിരികെ എത്തിയതിനു ശേഷം താലിബാൻ ഏർപ്പെടുത്തിയ ഡ്രസ് കോഡ് പാലിക്കാത്ത സ്ത്രീകൾക്കെതിരെയുള്ള അടിച്ചമർത്തലിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമാണ് എന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരം. എന്തായാലും താലിബാൻ ഉദ്ദേശിക്കുന്ന ഈ മോശം ഹിജാബ് എന്താണ് എന്ന് അവർ തന്നെ നിർവചിച്ചിട്ടില്ല എന്നുള്ളതും ഏറെ കൗതുകകരമാണ്, അതിനോടൊപ്പം ആശങ്കാജനകവുമാണ്. നമുക്കറിയാം, ഭൂരിഭാഗം മുസ്ലിം സ്ത്രീകളും, അത് ലോകത്തിന്റെ ഏതു കോണിലും ആയിക്കോട്ടെ, അവർ അവരുടെ മത നിയമങ്ങളൊക്കെ പരമാവധി അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കാറുള്ളത്. ഇനിയും അവർക്ക് മേൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ തീർച്ചയായും പ്രതികരണം ഉണ്ടായേക്കാം. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നുള്ള പ്രയോഗം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതുമാണ്. എന്തായാലും തങ്ങളുടെ പെൺമക്കൾക്ക് വേണ്ടിയെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ അമ്മമാർ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ താലിബാന്റെ ഈ മോശം ഹിജാബ് സംബന്ധിച്ചുള്ള തടങ്കലുകളും അല്ലെങ്കിൽ പീഡനങ്ങൾക്കുമെതിരെ വലിയ ആശങ്കയാണ് ലോക സമൂഹം അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.